അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി വസല്ലം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ മിൻ കുല്ലി ഐനിൻ ലാമ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ ദുബായ് KMCC കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി മതകാര്യ വിഭാഗം സംഘടിപ്പിക്കുന്ന സ്വഹാബികളിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. തുഫൈൽ ഇബ്നു അംരി ദൗസി എന്ന ദൗസ് ഗോത്രത്തലവനായ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവെ, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി സ്വീകരിച്ച് ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് സ്വഹാബികളുടെ കൂടെ ഒരിടം നൽകണേ റഹ്മാനേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ജാഹിലിയ കാലത്ത്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് ലഭിച്ചു വരുന്നതിൻ്റെ മുമ്പത്തെ ഒരു സമയത്ത് നല്ല സൽഗുണ സമ്പന്നരിൽ, അതുപോലെ നല്ല സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അപൂർവം ആളിൽപ്പെട്ട ഒരാളായിരുന്നു മഹാനായ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. ദൗസ് ഗോത്രത്തിൻ്റെ തലവനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് നന്നായി ഭക്ഷണം കൊടുക്കുക, അതുപോലെ അതിഥികളെ വളരെ നല്ല മര്യാദയോടുകൂടെ ആതിഥ്യം നൽകുക. പിന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെപ്പോഴും, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറത്ത് തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പറയൽ. അന്നത്തെ അതിഥികൾ കൂടുതലുള്ള ആളുകൾക്കൊക്കെ അവരുടെ വീട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയാറുണ്ട്. അതായത് ആഗതർക്കായി വാതിൽ സദാ തുറന്നിട്ടിരിക്കുന്ന ഒരു വീട്, വിശക്കുന്നവന് ആഹാരവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അഭയവും സഹായാർത്ഥിക്ക് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ മഹാനായ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ലഭിച്ചിരുന്നു. അദ്ദേഹം ദീനിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്, ദീനിലേക്ക് വന്നതിന് ശേഷവും അങ്ങനെ തന്നെ. നല്ല വിവേകമുള്ള ആളും നല്ല ബുദ്ധിശാലിയും അറബി സാഹിത്യത്തിൽ നല്ല കഴിവും അതുപോലെ നന്നായിട്ട് കവിത പാടാനും എഴുതാനും കഴിയുന്ന ആളായിരുന്നു മഹാനായ തുഫൈൽ റളിയല്ലാഹു. ഉക്കാദ് ചന്ത, സാധാരണ മക്കയിലുണ്ടാകുന്ന ഒരു വലിയ ചന്തയാണ് ഉക്കാദ് മേള. ആ ഉത്സവത്തിൽ കഴിവും മേന്മയും പ്രകടിപ്പിക്കാനായി നാനാദിക്കിൽ നിന്നും കവികളും സാഹിത്യകാരന്മാരും സമ്മേളിക്കുമ്പോൾ അവിടെ മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു മുൻനിരയിലുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നുബുവത്ത് ലഭിച്ചതിന് ശേഷം ഖുറൈശികളും തമ്മിൽ എതിർപ്പ് രൂക്ഷമായ ഒരു കാലഘട്ടം. പിന്തുണ വർദ്ധിപ്പിച്ച് ശക്തി ആർജിക്കാനാണ് എല്ലാവരുടെയും ശ്രമം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് ജനശക്തിയോ ജനസ്വാധീനമോ ഒന്നുമില്ലായിരുന്നു. സഹായത്തിന് വേണ്ടി മഹാനവറുകൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ കൈയുയർത്താണ് പലരിലേക്കും, ത്വായിഫിലേക്കും മറ്റു പല സ്ഥലത്തേക്കും. മറിച്ച് ഈമാൻ മാത്രമായിരുന്നു മുസ്ലിം സമൂഹത്തിൻ്റെ ആയുധം. അന്ന് സ്വഹാബികളായവർക്ക് ഈമാൻ മാത്രമായിരുന്നു, വേറൊന്നുമില്ല. അതായിരുന്നു അവരുടെ ശക്തി. അള്ളാഹുവാണ് അവരുടെ നാഥൻ. ഖുറൈശികളാട്ടെ സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും എതിർക്കുകയും ചെയ്യുന്നു. ഏത് മാർഗത്തിലൂടെയും ജനങ്ങളെ തടഞ്ഞു നിർത്താൻ ഈ ഖുറൈശികൾ അന്ന് നല്ല ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഈ സാഹചര്യത്തിലാണ് തുഫൈൽ സ്വദേശമായ തിഹാമയിലാണ്, ഹിജാസിൻ്റെ തിഹാമയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഗോത്രമുണ്ടായിരുന്നത്. അവിടെ നിന്നും മക്കയിലേക്ക് മൂപ്പര് വരികയാണ്. ഉത്സവത്തിനും അല്ലാതെയൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മക്ക സന്ദർശിക്കാറുണ്ട്. അന്നത്തെ രീതിയിലുള്ള ഹജ്ജ് ഉംറയൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. എന്നാൽ അവിടുത്തെ ഈ ഒരു ആദർശ വടംവലി അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ആരെ ഭാഗത്തും കൂടാനോ അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും വിചാരിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചോ ഖുറൈശികളെക്കുറിച്ചോ ഇതിനു മുമ്പ് അദ്ദേഹം ആലോചിച്ച് അലോസരപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ ഒരു എരുതിയിലേക്ക് അദ്ദേഹം എറിയപ്പെടുന്ന മനോഹരമായ ഒരു രംഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്. മഹാനവറുകൾ പറയാണ്, ഞാൻ മക്കയിൽ ചെന്നു. എന്നെ കാണേണ്ട താമസം ഖുറൈശി തലവന്മാർ എല്ലാവരും എന്നെ സാദരം എതിരേറ്റു. മാന്യമായ രീതിയിൽ എന്നെ കൂടെ താമസിപ്പിച്ചു. ഖുറൈശികളാണ് എൻ്റെ കാര്യങ്ങൾക്കെല്ലാം മുൻഗണന നൽകി, അവരാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എന്നിട്ട് അവരെല്ലാവരും കൂടെ, അവരുടെ കാരണവന്മാരും പ്രമുഖരും നേതാക്കളും എല്ലാവരും കൂടെ സംഘടിതരായിട്ട് എന്നെ സമീപിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, തുഫൈൽ, താങ്കൾ ഈ രാജ്യത്ത് ഞങ്ങളുടെ അതിഥിയാണ്. നബിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ നമ്മുടെ നാട് ആകെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ അവതാളത്തിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഐക്യം തകർത്തിട്ടുണ്ട്. താങ്കൾക്കും താങ്കളുടെ നേതൃത്വത്തിനും അനുയായികൾക്കും ഏതായാലും ഈ ദുര്യോഗം വരാതിരിക്കണം. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്കണ്ഠയുണ്ട്. അതിനാൽ താങ്കൾ അവനുമായി സംസാരിക്കരുത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവനുമായി നീ സംസാരിക്കുകയേ ചെയ്യരുത്. അവൻ്റെ ശബ്ദം പോലും നീ കേൾക്കരുത്. ഒരു പ്രത്യേക മാസ്മരിക ശക്തിക്ക് ഉള്ള ആളാണ്. അവൻ്റെ വാക്കുകൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. അവൻ്റെ കൈവശം അങ്ങനെയുള്ള ചില വാചകങ്ങളുണ്ട്. അതുകൊണ്ട് മകനെയും പിതാവിനെയും സഹോദരനെയും സഹോദരിയെയും ഭാര്യയെയും ഭർത്താവിനെയൊക്കെ പരസ്പരം അകറ്റാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നീ പോവുക തന്നെ ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ അന്നത്തെ പരുത്തി
തിരികാൻ വേണ്ടി പറഞ്ഞ് അതൊക്കെ അബൂജഹൽ കൊടുത്തിരുന്നു. മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു തുടരുന്നു, നബിയെപ്പറ്റി അവർ കൗതുകകരങ്ങളായ പല കഥകളും പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഒരു പേടിയൊക്കെ എനിക്ക് തോന്നി. നബിയെപ്പറ്റിയും അനുയായികളെ പറ്റിയും എന്നിൽ വലിയ ഭയാശങ്കകളും മറ്റുമൊക്കെ അത് ജനിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു അവരുടെ വിവരണം. അവസാനം നബിയെ കാണുകയോ അദ്ദേഹവുമായി സംസാരിക്കുകയോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിശ്ചയിച്ചു. അങ്ങനെ മൂപ്പരും അങ്ങനെ തീരുമാനിച്ചു. പിറ്റേന്ന് കാലത്ത് ത്വാഫ് ചെയ്യാനും വിഗ്രഹമോക്ഷം നേടാനും അന്നത്തെ ആ ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കഅബയിൽ പോയി. നബിയുടെ സ്വരം കേൾക്കരുതെന്ന് കരുതി 2 കാതിലും പഞ്ഞി നിറച്ചിട്ടാണ് കഅബയിലേക്ക് പോയത്. പക്ഷേ പള്ളിയിൽ കയറിയപ്പോൾ അദ്ദേഹമുണ്ട് കഅബക്ക് സമീപം നിസ്കരിക്കുന്നു. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബക്ക് സമീപം നിസ്കരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടേതിൽ നിന്നും തികച്ചും ഭിന്നമായ പ്രാർത്ഥനയും ആരാധനയും ആ കാഴ്ച തന്നെ എന്നിൽ കൗതുകവും ജനിപ്പിച്ചു. അതിൻ്റെ വശ്യത ഞാൻ അറിയാതെ എന്നെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ പതിയണമെന്നായിരുന്നു അള്ളാഹുവിൻ്റെ നിശ്ചയം. മധുരമുള്ള വാക്കുകൾ. ഞാൻ സ്വയം ചോദിച്ചുപോയി, നീ ബുദ്ധിശാലിയും കവിയുമാണ്, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ശേഷിയും നിനക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നതിൽ വിരോധം എന്തിരിക്കുന്നു? ആ വാക്കൊന്ന് കേട്ടൂടെ? അത് നല്ലതാണെങ്കിൽ നിനക്ക് സ്വീകരിച്ചാൽ മതിയല്ലോ, ചീത്തയാണെങ്കിൽ തള്ളുകയും ചെയ്യാം. ഇങ്ങനൊരു മനസ്സ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സമയം കാത്തിരുന്നു. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനും ഇറങ്ങി. വീട്ടിൽ കിടന്നപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, മുഹമ്മദ്, നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെപ്പറ്റി കുറേ പറഞ്ഞു തന്നു. അതെല്ലാം കേട്ടപ്പോൾ നിങ്ങളെ എനിക്ക് ഭയമായിരുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ ഞാൻ കാതിൽ പഞ്ഞി നിറച്ചു. പക്ഷേ എന്നെ കേൾപ്പിക്കണമെന്നായിരുന്നു അള്ളാഹുവിൻ്റെ നിശ്ചയം. ഞാൻ ചിലത് കേട്ടു, അത് എനിക്ക് നന്നായി തോന്നി. അതുകൊണ്ട് താങ്കളുടെ ആദർശം എന്നെ ഒന്ന് കേൾപ്പിച്ചാലും. അപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, ഈ ഖുർആൻ അധ്യായങ്ങൾ ഓതിക്കൊടുത്തു. അത്രത്തോളം നല്ലതും അർത്ഥസമ്പുഷ്ടവുമായ വാക്കുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്ന് മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയാണ്. എന്നിട്ട് അദ്ദേഹം കൈ നീട്ടി അദ്ദേഹത്തിൻ്റെ കരങ്ങളെ പുണർന്നു, നബി തങ്ങളെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു ഇസ്ലാം ആശ്ലേഷിച്ചു മഹാനായ തുഫൈൽ റളിയല്ലാഹു. കുറച്ചു കാലം മക്കയിൽ താമസിച്ചു. ഇതിനിടയ്ക്ക് ഇസ്ലാം കാര്യങ്ങൾ പഠിക്കുകയും ഖുർആൻ കഴിയുന്നത്ര മനപ്പാടാക്കുകയൊക്കെ ചെയ്തു മഹാനായ തുഫൈൽ റളിയല്ലാഹു. പിന്നെ നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, എൻ്റെ കുടുംബത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിയാണ് ഞാൻ. അതായത് തുഫൈൽ റളിയല്ലാഹുവിന് ഒരു കഴിവുണ്ടായിരുന്നു. നാട്ടിൽ ചെന്ന് എന്ത് പറഞ്ഞാലും ആരും സ്വീകരിക്കുകയും ചെയ്യും, എല്ലാവരും മൂപ്പര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും. അപ്പോൾ മടങ്ങിച്ചെന്ന് അവർ ഇസ്ലാമിലേക്ക് ഞാൻ വിളിക്കും. അതിന് പ്രയോജനപ്പെടുന്ന ഒരു തെളിവ് എനിക്ക് തരാൻ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. അപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുഫൈൽ റളിയല്ലാഹുവിന് വേണ്ടി ദുആയിരുന്നു, അള്ളാഹുവെ ഇദ്ദേഹത്തിന് ഒരു നല്ല തെളിവ് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം യാത്ര തുടർന്നു. നാട്ടിലെത്താറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളുടെയും മധ്യയായി ഒരു വെളിച്ചം, ഒരു പ്രകാശം കാണാനായി. നബി തങ്ങളുടെ മോചിസത്ത് നേരെ തുഫൈൽ റളിയല്ലാഹുവിന് നേരിട്ട് കിട്ടിയ ആളാണ് അദ്ദേഹം. അതേസമയം അദ്ദേഹം അള്ളാഹുവോട് ദുആ ചെയ്തു, അള്ളാഹുവെ ഈ പ്രകാശം മുഖത്തൊഴിച്ച് മറ്റെവിടെയെങ്കിലും ആക്കണമേ എന്ന് പറഞ്ഞു. കാരണം അവരുടെ ദീനിൽ നിന്നും പിരിഞ്ഞതിന് എൻ്റെ മുഖത്തിനേറ്റ ശാപമായി അവരിതിനെ വ്യാഖ്യാനിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് പറഞ്ഞിട്ട് ദുആയിരുന്നു. അങ്ങനെ ആ വെളിച്ചം പിരടിയിലേക്ക് നീങ്ങി, മുഖത്ത് നിന്നും മാറി പിരടിയിലേക്ക് ഒരു വെളിച്ചം നീങ്ങി. അങ്ങനെയൊക്കെ കുന്നൊക്കെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ആ ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദീപം കണക്കെ ആ പ്രഭ അവരുടെ കണ്ണിൽപ്പെട്ടു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള വാപ്പ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു, അദ്ദേഹത്തെ കൈപിടിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാപ്പ എന്നെ തുടരുത്, ഞാൻ അങ്ങക്ക് ആരുമല്ല, അങ്ങ് എനിക്കും ആരുമല്ല. എന്താണ് മകനെ നീ ഇങ്ങനെ പറയുന്നത് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്, മുഹമ്മദ് നബിയുടെ മതം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാപ്പ ഒരു സംശയമില്ലാതെ, മോനെ നീ എന്താണോ സ്വീകരിച്ചത് അതാണ് എൻ്റെയും മതം, നിൻ്റെ ദീനാണ് എൻ്റെയും ദീൻ മകനെ. അപ്പോൾ അങ്ങ് പോയി ദേഹശുദ്ധിയൊക്കെ വരുത്തി വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കി നല്ലത് ധരിച്ചിട്ട് ഇങ്ങോട്ട് വരി, ഞാൻ പറഞ്ഞുതരാം എന്താ പറയേണ്ടത്, ഞാൻ പഠിപ്പിച്ചുതരാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ്. അദ്ദേഹം പോയി കുളിച്ച വസ്ത്രങ്ങളൊക്കെ ശുദ്ധിയാക്കി വന്നു. ഇസ്ലാമിനെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുത്തി അദ്ദേഹവും ഷഹാദത്തുകൾ ചൊല്ലി പരിശുദ്ധ ദീനിലേക്ക് പ്രവേശിച്ചു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു. ഭാര്യയോടും ഈ തുഫൈൽ റളിയല്ലാഹു പറഞ്ഞു, പോകണം, നമ്മൾ തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചു, മാതാപിതാക്കൾക്കാണ് എനിക്ക് നിങ്ങളാണ് വലുതെന്ന് പറഞ്ഞു ഭാര്യ. ഇസ്ലാം എന്നെയും നിന്നെയും വേർപ്പെടുത്തി കഴിഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ ദീൻ വിശ്വസിച്ച മുസ്ലിമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങയുടേതല്ലാത്ത ഒരു ദീൻ എനിക്കും വേണ്ടാന്ന് പറഞ്ഞു ഭാര്യ. അങ്ങനെ ഭാര്യയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതിന് മുമ്പ് അവിടുത്തെ ഒരു പ്രത്യേക കുളത്തിൽ പോയി ശുദ്ധിയായി വരാൻ വേണ്ടി പറഞ്ഞു. ദുശ്ശറ കുളം എന്ന് പറഞ്ഞൊരു കുളം ഉണ്ടായിരുന്നു അവിടെ തിഹാമയിൽ. അതായത് ദൈവത്തിൻ്റെ പേരിലുള്ള കുളമാണ്. പക്ഷേ അത് അവിടെ പോയി കുളിച്ച് ഞാൻ മുസ്ലിമായി കഴിഞ്ഞാൽ ആ ദൈവം നമ്മുടെ മക്കൾക്ക് ഉപദ്രവം ചെയ്യൂലെന്ന് വെച്ചു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നമ്മളെ ദൈവം അള്ളാഹു മാത്രമാണ്, ആ കല്ലിന് ഒരു കഴിവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞ് ഭാര്യ പോയി കുളിച്ചു വന്ന് ഫ്രഷായി ഇസ്ലാമിലേക്ക് വന്നു. പിന്നീട് ദൗസ് ഗോത്രക്കാരെ മുഴുവനും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒഴിച്ചുള്ളവരെല്ലാം ആശങ്കിച്ചു നിന്നു. അവരിൽ ആരും
ആദ്യം മുസ്ലിമായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രത്യേകം മനസ്സിലാക്കണം, വിശുദ്ധ ഇസ്ലാമിൽ വന്ന് ആദരവായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ എന്ന ഖ്യാതി നേടിയ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ദൗസി ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അബൂ ഹുറൈറ കാര്യമായിട്ട് അവരായിരുന്നു വന്നത്. ഏറെ ഉപദേശിച്ചിട്ടും തുഫൈൽ റളിയല്ലാഹുവിൻ്റെ ജനങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. അടുത്തേക്ക് വിളിക്കും തോറും അവർ അകലാൻ തുടങ്ങി. നിരാശനായ തുഫൈൽ മരുഭൂമിയൊക്കെ താണ്ടി വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി വന്നു. ഒപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ചെന്നപാടെ നബി തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തിരക്കി. തുഫൈൽ അറിയിച്ചു, അവർ തെമ്മാടികളാണ്, ധിക്കാരികളാണ്, അടച്ചുപൂട്ടിയ ഹൃദയങ്ങളാണ് അവർക്കുള്ളത്. സത്യത്തിൻ്റെ ശബ്ദം എൻ്റെ ദൗസ് ഗോത്രക്കാർക്ക് സഹ്യമല്ല. ഇത് കേട്ട് നബി തങ്ങൾ എഴുന്നേറ്റ് വുളു ചെയ്ത് നിസ്കരിച്ചിട്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ധിക്കാരികളെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണെന്ന് തുഫൈലും അബൂ ഹുറൈറ തങ്ങളും കരുതി. പക്ഷേ നബി തങ്ങൾ കൈ ഉയർത്തിയിട്ട് ദ്വാരക്കാണ്, അള്ളാഹുവേ ദൗസുകാരെ നീ നേർമാർഗത്തിലാക്കണേ റഹ്മാനെ, മുസ്ലിങ്ങളായി അവരെ ഇവിടെ കൊണ്ടുവരണേ പഠിച്ചോനെ. നബിതങ്ങളുടെ ദുആ ഉറപ്പാ സ്വീകരിക്കും എന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും എന്തായാലും ഉറപ്പാണ്. രണ്ടുപേർക്കും നല്ല സന്തോഷമായി. തുഫൈലിനോടായി നബിതങ്ങൾ കൽപ്പിച്ചു, തിരിച്ചുപോയി നിങ്ങൾ നിങ്ങളെ ജനങ്ങളെ സ്നേഹപൂർവ്വം ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂ, ഒരിക്കലും ഭീഷണിപ്പെടുത്തരുത്, ദേഷ്യപ്പെടുത്തരുത്, വെറുപ്പിക്കരുത്, സ്നേഹത്തോടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന്. തുഫൈൽ റളിയല്ലാഹു അൻഹു ചെന്നു, പ്രബോധനത്തിൽ മുഴുകി, നാളുകൾ നീങ്ങി. അതോടൊപ്പം ഇസ്ലാമിലെ പല നിർണായക ചരിത്ര സംഭവങ്ങളൊക്കെ പിന്നിട്ടു. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന യാത്രയും ബദർ, ഉഹദ്, ഖന്തക്ക് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു. ഖൈബർ മുസ്ലിങ്ങൾ കീഴടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ താമസിക്കുമ്പോഴുണ്ട് ഒരാൾക്കൂട്ടം തക്ബീർ മുഴക്കി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിങ്ങനെ ഖൈബറിലേക്ക് ഒരു വലിയ സംഘം തന്നെ വരുന്നു. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ നബി തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മഹാനായ തുഫൈൽ ഇബ്നു അംറിൻ ദൗസി റളിയല്ലാഹു അൻഹു അതിൻ്റെ നേതൃത്വത്തിലുണ്ട്. തുഫൈലിൻ്റെ കൂടെ 80 ദൗസ് കുടുംബങ്ങളുണ്ട്. ദൗസ് ഗോത്ര ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കണ്ട് പ്രതിജ്ഞയെടുത്തു. എല്ലാവരും ദീനിലേക്ക് വന്നു. പിന്നെ തുഫൈൽ റളിയല്ലാഹു അൻഹു നബിയെ പിരിഞ്ഞില്ല. ഇസ്ലാമിക പ്രബോധനത്തിൽ വ്യാപൃതനായതുകൊണ്ടാണെങ്കിലും ബദർ, ഉഹദ്, ഖന്തക്ക്, ഖൈബർ തുടങ്ങിയ യുദ്ധങ്ങളിൽ പങ്കെടുക്കാതിരുന്നതിനാൽ അദ്ദേഹത്തിന് മനപ്രയാസം തോന്നി. പരിശുദ്ധ ദീനിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയായിരുന്നു. പിന്നീട് മക്ക ഫതഹ് നടന്നു. മക്ക കീഴടങ്ങി. അഭിമാനപൂർവ്വം എന്നാൽ വിനയാന്വിതനായി 10,000 മുസ്ലിമീങ്ങൾ തക്ബീർ മുഴക്കി മക്കയിൽ പ്രവേശിക്കുമ്പോൾ മഹാനായ തുഫൈൽ ഇബ്നു അംറി ദൗസി റളിയല്ലാഹു അൻഹും കൂട്ടത്തിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് കഅബയിലെ ഓരോ പ്രതിഷ്ഠകളെ, ഓരോ ബിംബങ്ങളെ തല്ലി തകർത്ത് അവിടം ശുദ്ധീകരിക്കുന്നത് കണ്ടപ്പോൾ തുഫൈൽ റളിയല്ലാഹുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരുന്ന ഒരു ബിംബമുണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ദൗസികളുടെ ദുൽ കഫൈൻ എന്ന പേരിലുണ്ടായിരുന്ന ഒരു ബിംബം. ആ ബിംബത്തെ ചുട്ടുകരിക്കാൻ നബിതങ്ങളെ എന്നെ നിയോഗിച്ചാലും ഞാനത് ചെയ്യട്ടെ എന്ന് വെച്ചു. അദ്ദേഹം അപേക്ഷിച്ചു. നബിതങ്ങൾ ആ അപേക്ഷ സ്വീകരിച്ചു. അങ്ങനെ തുഫൈലും അനുയായികളും അവരുടെ ദൗസ് ഗോത്രക്കാരായ അനുയായികളും കൂടെ ആ ബിംബത്തിന് തീ കൊളുത്താൻ വേണ്ടി പോയി. അപ്പോൾ സ്ത്രീകളും കുട്ടികളൊക്കെ വിചാരിച്ചു അദ്ദേഹത്തിന് എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന്, ആ ദുൽഖഫൈൻ അദ്ദേഹത്തെ ശിക്ഷിക്കുമെന്നൊക്കെ അവർ വിചാരിച്ചു. പിന്നെ മാത്രമല്ല, മുസ്ലിങ്ങളാവാത്ത ആ മക്കയിൽ തുഫൈലി ദൗസ് ഗോത്രക്കാരായ പലരും ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളല്ലാത്ത. അവരൊക്കെ വന്നു അത് കത്തിക്കുന്നത് കാണാൻ വേണ്ടി. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. ദുൽഖഫൈൻ, ഞാൻ നിൻ്റെ ആരാധകനല്ല, നിന്നെക്കാൾ മുമ്പ് ജനിച്ചവരാണ് ഞങ്ങൾ. ഞാനിതാ നിന്നെ നെഞ്ചിൽ തീ കൊളുത്തുന്നു എന്ന് പാടിക്കൊണ്ട് അദ്ദേഹം അതിന് തീ വെച്ചു. ബിംബവും അതോടൊപ്പം ദൗസ് ഗോത്രത്തിൽ അവശേഷിച്ച ഷിർക്കിൻ്റെ എല്ലാ സ്മാരകങ്ങളും കത്തിച്ചാമ്പലായെന്നല്ലാതെ തുഫൈലിന് ഒരപായവും സംഭവിച്ചില്ല. ഇതും കൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരായ മറ്റുള്ള ജനങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ നേരിട്ട് ശ്രവിക്കുന്നതിലും ദീനീ പ്രവർത്തനത്തിൽ തൻ്റേതായ പങ്ക് നിർവഹിക്കുന്നതിലും ആനന്ദം കണ്ടെത്തിയ മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഹവിയോഗത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നു. സ്വന്തം ശരീരവും സ്വന്തം വാളും സ്വന്തം പുത്രനെയും അദ്ദേഹം ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഖലീഫക്ക് വിട്ടുകൊടുത്തു. സ്വന്തമത വേർപാടിനെ തുടർന്ന് ദൂരദിക്കുകളിലെ നവമുസ്ലിമീങ്ങൾ കൂട്ടമായി പല സമയത്തും ഇസ്ലാമിൽ നിന്ന് വിട്ടുപോവുകയും ഇസ്ലാമിൻ്റെ സ്വാധീനം മക്കയിലും മദീനയിലും ത്വായിഫിലും മങ്ങിങ്ങായി ചില പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങുകയും ചെയ്തപ്പോൾ വ്യാജനബിയായി രംഗത്ത് വന്ന മുസൈലിമയുടെ ജനസ്വാധീനം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ നടന്ന യുദ്ധസന്നാഹത്തിൽ
തുഫൈലിൻ്റെ രക്തവും തിളച്ചു. മുസൈലിമയോട് യുദ്ധം ചെയ്യാൻ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിയോഗിച്ച സൈന്യത്തിൽ സ്വന്തം പുത്രൻ അംറിനെയും കൂട്ടി തുഫൈലും പുറപ്പെട്ടു. മുസൈലിമയുടെ കേന്ദ്രമായ യമാമയായിരുന്നു ലക്ഷ്യം. അപ്പോൾ യാത്രാമധ്യേ താൻ കണ്ടൊരു സ്വപ്നം തുഫൈൽ കൂട്ടുകാരെ കേൾപ്പിച്ചു. എൻ്റെ തല മൊട്ടയടിച്ചിരിക്കുന്നു, വായ തുറന്നപ്പോൾ ഒരു കിളി പാറിപ്പോയിരിക്കുന്നു, ഒരു സ്ത്രീ എന്നെ വയറ്റിൽ ചുമന്നു, മകൻ അംർ എന്തോ അപേക്ഷവുമായി ഓടി വന്നെങ്കിലും ഞങ്ങൾക്ക് സന്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് മൂപ്പർക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹം തന്നെ മനസ്സിലാക്കി, മുട്ടയടിച്ചതിൻ്റെ അർത്ഥം ശിരസ്സു ഛേദിക്കപ്പെടുമെന്നാണ്. വായിൽ നിന്നും പാറിയ കിളി എൻ്റെ ആത്മാവാണ്, സ്ത്രീ എന്നെ വയറ്റിൽ ചുമന്നതിൻ്റെ സാരം ഞാൻ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഞാൻ യുദ്ധത്തിൽ ഷഹീദാകും. എന്നെ പിന്തുടരാനാണ് മകൻ ഓടി വരുന്നത്, പക്ഷേ അവൻ പിന്നീട് ഷഹീദാവുകയുള്ളൂ. ഇത് ഇതേപോലെ സംഭവിച്ചു. യമാമ യുദ്ധത്തിൽ രക്തസാക്ഷിത്വത്തിൻ്റെ മധുരക്കിനാക്കളായി വറക്കി തുഫൈൽ റളിയല്ലാഹു അൻഹു ധീരധീരം പോരാടി മാരകമായ മുറിവുകളേറ്റ അദ്ദേഹം പോർക്കളത്തിൽ വീണ് രക്തസാക്ഷിയായി. മകനാകട്ടെ ശത്രുക്കളേൽപ്പിച്ച വെട്ടും കുത്തും കാരണം ദുർബലനായി വലതുകൈ നഷ്ടപ്പെട്ടു. യുദ്ധം കഴിഞ്ഞ് യമാമയിൽ പിതാവിനെയും സ്വന്തം വലം കൈയും വെടിഞ്ഞ് അദ്ദേഹം അവിടെ യമാമയിൽ മറമാടി ഷഹീദായ ആളുകൾ. അദ്ദേഹം മദീനയിൽ തിരിച്ചെത്തി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഖലീഫയെ കാണാൻ വേണ്ടി തുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അംർ ചെല്ലുകയാണ്. വേറെയും ചിലരുമുണ്ട് സദസ്സിൽ. അങ്ങനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഭക്ഷണം എത്തി. അത് കഴിക്കാനായി സദസ്യരെ ക്ഷണിച്ചപ്പോൾ അംർ റളിയല്ലാഹു അൻഹു മാത്രം മാറി നിന്നു. കൈയില്ലാത്തത് കൊണ്ടാണോ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു. അതേ അമീറുൽ മുഅ്മിനീൻ, അതുകൊണ്ട് തന്നെയാണ്. അള്ളാഹു തന്നെ സത്യം, ഞാൻ ഈ ഭക്ഷണം വായിൽ വെക്കണമെങ്കിൽ താങ്കളുടെ മുറിഞ്ഞ കൈകൊണ്ട് ഇത് കുഴക്കണം. ഇക്കൂട്ടത്തിൽ ഏതെങ്കിലും ശരീരഭാഗം സ്വർഗത്തിലെത്തിയ ആളുണ്ടെങ്കിൽ, നേരത്തെ സ്വർഗത്തിലെത്തിയ ആളുണ്ടെങ്കിൽ അത് താങ്കൾ മാത്രമാണ്. അംറിൻ്റെ കൈയാണ് ഫാറൂഖ് അത് അവിടെ ലക്ഷ്യമിട്ടിരുന്നത്. പിതാവിൻ്റെ വേർപാടിന് ശേഷം രക്തസാക്ഷിയാവാനായിരുന്നു അംറിൻ്റെ ചിന്ത മുഴുവനും. ഹിജ്റ 15-ാം വർഷം നടന്ന ചരിത്രപ്രധാനമായ യർമൂക്ക് യുദ്ധത്തിൽ ഈ റോമാ സാമ്രാജ്യവുമായി ഉണ്ടായ യുദ്ധമാണല്ലോ. ശത്രുനിരയിലേക്ക് നിർഭയം കടന്നു ചെന്ന് അടരാടിയ മഹാനായ അംറും വീരമൃത്യു വരിച്ചു. ഇതാണ് തുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും അംറിൻ്റെയും ചെറിയ ഭാഗം, ചരിത്രത്തിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.